വാഴ 3 സ്ത്രീകളുടെ കഥയാണെന്ന് അറിഞ്ഞപ്പോ നാട്ടിലുള്ള ചില മഹാന്മാരുടെ അഭിപ്രായത്തില് വാഴയ്ക്കുള്ള ഗുണങ്ങൾ പോലും സ്ത്രീകൾക്കില്ലെന്ന്. അതിലുള്ള ഏറ്റവും വലിയൊരു പിടിച്ചിരുത്തിയ കമന്റാണ്, പെണ്ണുങ്ങൾക്ക് എന്തോ ഇത്ര കഥ പറയാനുള്ളതെന്ന്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ച് വേറൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി മുതൽ ഇതാണ് നിന്റെ വീട്, ഇതാണ് നിന്റെ അമ്മയച്ഛനും, ഇനി നിന്റെ വീട്ടിൽ പോകണമെങ്കിലും അമ്മയച്ഛനെയും കാണണമെങ്കിലും ഞങ്ങളോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുവോ? ഇല്ല, ഞങ്ങൾക്ക് സഹിക്കും. കാരണം ഞങ്ങൾ ജനിച്ചന്നോട്ട് കേൾക്കുമല്ലേ, അന്യ വീട്ടിൽ പോണ്ട പെങ്കൊച്ച, അന്യ വീട്ടിൽ പോണ്ട പെങ്കൊച്ച. ശരിക്കും പറഞ്ഞാൽ എവിടെ മുതലാണ് നമുക്ക് കഥ തുടങ്ങുന്നതെന്ന് അറിയാവോ? നമ്മളിങ്ങനെ ബാല്യകാലമൊക്കെ ആസ്വദിച്ചു പോകുന്ന സമയത്ത് നമ്മളങ്ങോട്ട് ഋതുമതിയാവും. അയ്യോ ശരിക്കും എന്നെ ഋതുമതി എന്നല്ല പറയണ്ടേ, അല്ല അതുമതി ഇതുമതി എന്നൊക്കെ വേണം. ഇതങ്ങോട്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകല്ലേ, അത് മതി, ഷോ ഇത് മതി. ചിലപ്പോ തോന്നിപ്പോന്ന് ചോദിച്ചാൽ നമ്മളത് ഗുണ്ടാസങ്കേതത്തിലാണ്. പുറത്ത് ചിരിക്കല്ല്, ശബ്ദം പുറത്ത് കേൾക്കല്ല്, പെണ്ണാന്ന് മറന്നു പോകും. ആമ്പിള്ളേർ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്ത് വീട്ടിൽ വരുന്നവർക്ക് കൊടുത്താൽ അവര് കഴിച്ചിട്ടൊരു പറച്ചിലുണ്ട്, അയ്യോ നീ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നേ, ഇതിന്റെയൊക്കെ ആവശ്യം നിനക്കുണ്ടോന്ന്. ഞാൻ എന്റെ വീട്ടിൽ വന്നവർക്ക് വെച്ചുണ്ടായി കൊടുത്തപ്പോ അത് നക്കിയിട്ട് ആ തുപ്പൽ ഉണങ്ങുന്നതിന് മുമ്പ് ഈ നക്കി പറയുവാ, പാചകമൊക്കെ പഠിച്ചല്ലോ ഇനിയിപ്പൊ കല്യാണം കഴിച്ച് വിട്ടുകൂടെയോ എന്ന് വെച്ചാൽ ആര്യഭവന്റെ കിച്ചണിലോട്ടാണല്ലോ പെണ്ണുങ്ങളെ കാറ്ററിംഗ് സർവീസുകാർ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് നമ്മളെ സ്നേഹിക്കുവാണെങ്കിൽ പറയും, വന്നപ്പോഴേ അങ്ങ് വശത്താക്കില്ല അവനെ, ഇനിയെങ്കിൽ അവൻ 2 അടി കിട്ടുമ്പോഴത്തേക്ക് നിന്നങ്ങ് കൊണ്ടാ പറയും. അവക്കൊരു കൂസലുണ്ടോ നോക്കും. വാഴ 3 സ്ത്രീകളുടെ കഥ.